ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിവ്യൂ ഗാലറി. ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക്കാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കാണാം. ഈ ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത് 305 റുപ്പീസാണ്. 7 ഗ്രാം പ്രോഡക്റ്റാണ് കേട്ടോ ഇതിലുള്ളത്. ഇതെല്ലാം ഓൺലൈൻ സൈറ്റിൽ അവൈലബിൾ ആണ്. ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിത് നൈക്കയിൽ നിന്നാണ് വാങ്ങിയത്. ഷെയ്ഡ് വന്നിട്ട് 04 സോഫിയ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് അവരുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ പാക്കേജിങ് വരുന്നത് ഇതുപോലുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ്. ഇതിലെല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. ഇത് പാരബൻ ഫ്രീ ആണ്, വീഗൻ ആണ്, ക്രുവാലിറ്റി ഫ്രീ ആണ്, FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഒരു സൈഡിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കംപ്ലീറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് ലോങ് വെയർ ആണ്, വാട്ടർ പ്രൂഫാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, അതുപോലെ തന്നെ നോൺ ഫ്ലേക്കി ആണ്. പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ് കേട്ടോ. പിന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ട് ലിപ്സ് തമ്മിൽ പ്രസ് ചെയ്യരുത്, ഒരു 3 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്യരുതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇന്നർ പാക്കേജിങ് വരുന്നത് ഒരു റോസ് ഗോൾഡ് ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കേജിങ് ആണ് കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഷെയ്ഡ് നെയിമും നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ക്യാപ്പ് കുറച്ച് ടൈറ്റാണ് കേട്ടോ. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബലം പിടിച്ചിട്ട് വേണം ഇതൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട്. പിന്നെ ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു ടിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാം കേട്ടോ. ദാറ്റ് മീൻസ് ഇത് ക്ലോസ് ആയി എന്നാണ്. ആ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഇത് ക്ലോസ് ആയിട്ട് വരുന്നത്. അല്ലാണ്ട് നമ്മൾ പകുതി വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അഴിഞ്ഞു പോരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ടെക്സ്ചർ വരുന്നത് ഒരു ക്രീമി ടെക്സ്ചറാണ്. ഈസി ആയിട്ട് നമ്മളെ ലിപ്സിൽ ഇത് ഗ്ലൈഡായിട്ട് പോകുന്നുണ്ട്. അപ്ലൈ ചെയ്ത് ഒരു 10 to 15 സെക്കൻഡ് ആകുമ്പോൾ ഇത് ഡ്രൈ ആവും കേട്ടോ. അതായത് മാറ്റ് ഫിനിഷിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ അത് സെറ്റാവും. പിന്നെ നമ്മളെ ലിപ്സിൽ നിന്ന് ഇത് ഫെയ്ഡായിട്ട് പോവില്ല. അറൗണ്ട് ഒരു 6 to 7 hours വരെയൊക്കെ ഇത് സ്റ്റേ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇന്നർ റിങ്സിൽ നിന്ന് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം ഫെയ്ഡായിട്ട് പോകുന്നുള്ളൂ. നല്ല ഡ്രൈ ലിപ്സ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തായാലും ഒരു ലിപ് ബാമും കൂടെ യൂസ് ചെയ്യാം. ഇതിൻ്റെ പെർഫോമൻസ് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ക്രീമി ആണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ അത് മാറ്റ് ഫിനിഷിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. പിന്നെ ഇത് ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. ജസ്റ്റ് 1 സ്വൈപ്പ് മാത്രം മതി നമ്മൾ ഫുള്ള് ലിപ്സ് കവർ ചെയ്യാനായിട്ട്. ഇതിൻ്റെ കളറ് വരുന്നത് ഒരു ബ്രൗണും മൗവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. കൂടുതലായിട്ടും മൗവിൻ്റെ ടോണാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൽ എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാ സ്കിൻ ടോണുള്ള ആൾക്കാർക്കും ഈ ഒരു ലിപ്സ്റ്റിക്ക് സ്യൂട്ടാവും. ഫെയർ, മീഡിയം, ഡസ്കി ആയിട്ടുള്ളവർക്കൊക്കെ ഈ ലിപ്സ്റ്റിക്ക് സ്യൂട്ടാവും. ഈ ലിപ്സ്റ്റിക്ക് ട്രാൻസ്ഫർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്. നമ്മൾ ലിപ്സിൽ ഇത് വൺസ് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലിപ്സിൽ നിന്ന് പോവില്ല. അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ. നമ്മൾ വെള്ളം കുടിച്ചാലൊന്നും നമ്മൾ ലിപ്സിൽ നിന്ന് ഈ ലിപ്സ്റ്റിക്ക് ഫെയ്ഡായിട്ട് പോവില്ല. ഈ ലിപ്സ്റ്റിക്ക് റിമൂവ് ആക്കാനായിട്ട് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലെൻസർ വേണം കേട്ടോ. ജസ്റ്റ് നമ്മൾ വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്താലൊന്നും അത് ലിപ്സിന് പോവില്ല. ഈ പ്രോഡക്റ്റ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക ഈ ഷെയ്ഡ് ഇഷ്ടമായെങ്കിൽ. അപ്പോൾ നമുക്കൊരു പുതിയൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.